അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല. Yes, that's it. മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. Yeah. ഭർത്താവിന്റെ പേരൻസിനെ കുഴമ്പ് തേപ്പിക്കുക, കുളിപ്പിക്കുക, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. I hate it. And one more thing, Mr. Deepak. This is my house and you are my guest now. ഞങ്ങളുടെ ഗസ്റ്റിനെ ഞങ്ങൾ റിസീവ് ചെയ്യും, ചായ കൊടുക്കും. അതുപോലെ മിസ്റ്റർ ദീപക് എന്നെ കല്യാണം കഴിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളല്ലേ? പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. അപ്പോ കുട്ടി എന്റെ വീട്ടിലൊരു ഫുൾ ടൈം ഗസ്റ്റ് ആയിരിക്കും അല്ലേ? യെസ്. ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോ ഇടയ്ക്ക് വെച്ച് ഗസ്റ്റ് അല്ലാതാവില്ലല്ലോ. അത് ശരിയാ. ഇനി എന്തൊക്കെയാണാവോ കണ്ടീഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കാനാ. എനിക്ക് ഡൽഹിയിലും നാട്ടിലൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ്. കല്യാണം കഴിഞ്ഞത് വെച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല. അവരെന്നെ കാണാൻ വരും, ഞാൻ അവരെ കാണാൻ പോവും. അത് വളരെ നല്ലതാ. അപ്പോ മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ വലിയ രസമായിരിക്കല്ലേ? കുട്ടിയുടെ ഫ്രണ്ട്സും അവരുടെ അട്ടഹാസവും ബഹളവും ഒക്കെ ആയിട്ട്. ഞാൻ എന്റെ മകളെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്താ വളർത്തും. അത് വളരെ നന്നായി. അപ്പോ നമുക്ക് ഇറങ്ങാൻ ചേച്ചിമാരെ. പിന്നെ വാ വാ. അപ്പൊ മിസ്റ്റർ ദീപക് തീരുമാനം പറഞ്ഞില്ല? എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് ഒരു ഭാര്യയെ, ഒരു ഗസ്റ്റിനെ.